അധികൃതരുടെ കണ്ണു തുറപ്പിച്ച് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നുകൾ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും പരിസര മലിനീകരണത്തിനെതിരെയുമാണ് സ്കൂളിലെ സുരക്ഷാ ക്ലബ് അംഗങ്ങളായ കുരുന്നുകൾ രംഗത്തെത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് ആറ്റോരം റോഡിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തെ മാലിന്യ നിക്ഷേപം മൂലവും മലമൂത്ര വിസർജനം മൂലവും ഇതുവഴി സ്കൂളിലേക്ക് കടന്നുപോകുന്ന കുരുന്നുകളടക്കമുള്ള യാത്രികർ മൂക്കുപൊത്തി കടന്നുപോകേണ്ട അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. ഇവിടുത്തെ മാലിന്യ നിക്ഷേപത്തിനൊപ്പം പെരിയാർ നദിയിലേക്ക് കൂടിയായിരുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടിരുന്നത്. ഇതിനെതിരെയാണ് പഞ്ചായത്ത് അധികൃതർ നടപടികൾ എടുക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾക്കൊപ്പം ഇതുവഴി കടന്നുപോകുന്ന പൊതുജനങ്ങളുടെ ദുരവസ്ഥ കൂടി കണക്കിലെടുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ സുരക്ഷാ ക്ലബ് കുരുന്നുകൾ രംഗത്തെത്തിയത്. നിങ്ങൾ ഇവിടേക്ക് നോക്കൂ, എത്രമാത്രം ചപ്പുചവറുകളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഞാനും എന്റെ കൂട്ടുകാരും പോകുന്ന വഴിയാണിത്. ഞങ്ങൾക്കിതിലേക്ക് മൂക്ക് പൊട്ടാതെ പോകാൻ കഴിയില്ലായിരുന്നു. വീട്ടിലെ ചപ്പുചവറുകളോ കുഴിയെടുത്തും കത്തിച്ചും കളയാം. നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. നമ്മൾ വിചാരിച്ചാൽ ഇത് ഒഴിവാക്കാം. നന്ദി, നമസ്കാരം. ഇവിടെ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെയും പരിസര മലിനീകരണം നടത്തുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിച്ച് പെരിയാർ നദിയിലേക്കുള്ള മാലിന്യ നിക്ഷേപത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് നാടിനായി ഉണരൂ എന്ന സന്ദേശമേന്തിയ പ്ലക്കാർഡുകളുമായി കുട്ടികൾ പൊതുവഴിയിലേക്ക് ഇറങ്ങിയത്. We can't even walk by without covering our noses. So I am making a humble request to all of you. Please don't throw garbage here. Let's work together to raise awareness about the issue. മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ കുരുന്നുകൾ രംഗത്തെത്തിയതോടുകൂടി ഇവർക്ക് പിന്തുണ അറിയിച്ചെത്തിയ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടുത്തെ മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. അപ്പോൾ ഇതിലെ ഒരു വളരെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരും പൊതുസമൂഹവും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏറ്റവും സന്തോഷകരമായ കാര്യം കൊച്ചുകുട്ടികൾ തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ ആര് പറഞ്ഞാലും കേൾക്കാത്തവർ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നാണ്. അപ്പോൾ അതൊരു വലിയ നല്ല കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത സ്കൂൾ അധികൃതരെയും PTA കമ്മിറ്റിയൊക്കെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് നടത്തുന്ന ഈ സ്ഥലത്തിന് പ്രത്യേകതയുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും പറയുന്ന ഒരു പേരാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിന്റെ വിസ്തൃതിയിൽ ഏകദേശം 40% ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു നദിയാണ്. 5800 ചതുരശ്ര കിലോമീറ്റർ വരെ ഈ നദി ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് കണക്കുകൾ പറയുന്നത്. 240 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഈ നദിയുടെ തീരത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ നിയമവശമൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പോലീസ് അധികൃതരൊക്കെ ഇവിടെയുണ്ട്. വെള്ളത്തിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് 2 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന കടുത്ത കുറ്റമാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹകരണത്തോടെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും എത്തിച്ച് പെരിയാറിനെ മറ്റൊരു ഗൌരവമായ കാര്യം പെരിയാറിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമില്ല. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഒക്കെ സജീവമായ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നടപ്പിലാക്കുന്ന ഒരു കാര്യം മാർച്ച് 30 ഈ വരുന്ന 2025 മാർച്ച് 30 നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായി കേരളം മുഴുവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന് ഇവിടം സ്കൂൾ പരിസരമാണെന്നും ഞങ്ങളുടെ സുരക്ഷ
നിങ്ങളുടെ കൈകളിലാണെന്നും പരിസര മലിനീകരണവും മാലിന്യ നിക്ഷേപവും നടത്തരുതെന്നും അഭ്യർത്ഥിച്ച് ഗവൺമെന്റ് LP സ്കൂൾ സുരക്ഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് ASI റെജിമോൻ, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, സാക്ഷരതാ പ്രേരക് PK ഗോപിനാഥൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ പുഷ്പരാജ്, സ്കൂൾ സാമൂഹിക സുരക്ഷാ ക്ലബ് കൺവീനർ കവിത, അധ്യാപകരായ മാരിമുത്തു, ഗൗതമൻ, ജസീല, ഷീബ എന്നിവരും മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ കുട്ടികൾ നടത്തിയ പ്രയത്നത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.